കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ ഒരു കുട്ടിയുടെ, ഒരു പശുവിന്റെ, ഒരു മാൻകുട്ടിയുടെ കഥ പറയാൻ പോവാണ്ട്. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തില് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേരെന്താണെന്നറിയോ? അപ്പു എന്നായിരുന്നു പേര്. അപ്പുവിനൊരു സുന്ദരി പശു ഉണ്ടായിരുന്നു. ആ പശുവിന്റെ പേരെന്താണെന്നറിയോ കൂട്ടുകാരെ? സുന്ദരി എന്നായിരുന്നു പേര്. സുന്ദരിയുടെ നിറം എന്താണെന്നറിയോ കൂട്ടുകാരെ? വെള്ള നിറായിരുന്നു. കറുത്ത പൂക്കള്, പിന്നെ വലിയ പാല്, വലിയ കൊമ്പുകള്. എല്ലാ ദിവസവും അവര് കാട്ടിലേക്ക് പോകും. എന്നാന്നറിയോ? സുന്ദരി പശുവിന് പുല്ല് തിന്നാൻ. എല്ലാ ദിവസവും അവിടെ നിന്ന് ഒരു മാൻകുട്ടിനാണ് സുന്ദരി പശു. എല്ലാ ദിവസവും കണ്ട് 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 അവര് രണ്ടുപേരും കൂട്ടുകാരായി. പിന്നെ ഒരു ദിവസം മാൻകുട്ടി വന്ന് ഗ്രാമത്തിലേക്ക് വന്ന് സുന്ദരിയുടെ അടുത്ത് പറഞ്ഞു, സുന്ദരി സുന്ദരി, നീ എന്റെ കൂടെ കാട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് പറഞ്ഞു. എന്ന് ചോദിച്ചു. അവിടെ കുറെ പഴങ്ങളും വെള്ളവും കുറെ പൂക്കളും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ സുന്ദരി പശു പറഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഞാനതും കണ്ടിട്ടില്ലോ എന്ന് പറഞ്ഞു സുന്ദരി. പിന്നെ മാൻ പറഞ്ഞു, നീ കണ്ടിട്ടില്ലേ, ഞാൻ കാണിച്ചു തരാലോ എന്ന് പറഞ്ഞു. ഒരു ദിവസം അപ്പു ഉറങ്ങുമ്പോൾ സുന്ദരി പശു മാനം ഓടി കാട്ടിലേക്ക് പോയി. കാട്ടിലെത്തിയപ്പോ കുറച്ചും കൂടി ദൂരെ പോയപ്പോ ആ സാധനങ്ങളൊക്കെ കണ്ടു. പിന്നെ സുന്ദരി പശു പറഞ്ഞു, ഹായ് ഹായ് ഹായ്, എന്തൊരു ഭംഗി എന്ന് പറഞ്ഞു. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോ ഒരു ശബ്ദം കിട്ടും ഇങ്ങനെ. പിന്നെ സുന്ദരി പശു മാൻകുട്ടീൻ്റെ അടുത്ത് ചോദിച്ചു, മാൻകുട്ടി മാൻകുട്ടി, അതെന്താ ശബ്ദം എന്ന് ചോദിച്ചു. അപ്പൊ മാൻകുട്ടി പറഞ്ഞു, അത് സിംഹരാജാവാണ് എന്ന് പറഞ്ഞപ്പോ അവർക്ക് പേടിയായി. അവർ ഓടി 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 പോയി. കുറച്ചേരം കഴിഞ്ഞപ്പോ അവര് നിന്നു. പിന്നെ കുറച്ചേരം കൂടി കഴിഞ്ഞപ്പോ അവർ ഓടി. കുറച്ചേരം കഴിഞ്ഞപ്പോ നിന്നു. ഇതിനാന്നറിയാം, അവര് കാല് വയ്യാണ്ടായി കുറെ നേരം ഓടി 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 ഓടി. പിന്നെ കുറച്ചേരം കൂടി കഴിഞ്ഞപ്പോ സുന്ദരി പശു സുന്ദരിയുടെ വീട്ടിലേക്ക് തന്നെ പോയി. എന്തിനാണെന്നറിയോ? സുന്ദരി പശു ആലോചിച്ചു, അപ്പൂന് ഭയങ്കരമായിട്ട് സങ്കടമായിട്ടുണ്ടാവുന്നു സുന്ദരീനെ കാണാണ്ട്. അപ്പൊ സുന്ദരി ഓടി ഗ്രാമത്തിലേക്ക്. അപ്പൊ അപ്പൂന് ഭയങ്കരമായിട്ട് സന്തോഷായി. പിന്നെ തുള്ളിച്ചാടി. പിന്നെ സുന്ദരി പശു ഗ്രാമത്തിലുള്ള പുല്ല് മാത്രമേ കാട്ടിലത്തെ പുല്ല് തിന്നേയില്ല. എന്തിനാണെന്നറിയോ? അവിടെ സിംഹമുണ്ടാവും, പുലി ഉണ്ടാവും, കടുവയുണ്ടാവും, അതൊക്കെ ഉണ്ടാവുന്നത് ഇപ്പോഴാണ് മനസ്സിലായത്. കൂട്ടുകാരെ, നമ്മൾ ഇതിന് എന്താ പഠിക്കണ്ടേ? അറിയാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. നന്ദി, നമസ്കാരം.